ഇവിടെ ഇപ്പോൾ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 50,000 രൂപ, 70,000 രൂപ, 80,000, 1 ലക്ഷം, 1,25,000 എന്നിങ്ങനെ തുടങ്ങുന്ന ബഡ്ജറ്റിലുള്ള ഒരുപാട് ചെറുവാഹനങ്ങളുടെ സ്റ്റോക്കാണ് ഒക്ടോബർ മാസം നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ ചാലക്കുടി ഷോറൂമിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചെറുവാഹനം, അതായത് ലോ ബഡ്ജറ്റ് വാഹനം ക്വാളിറ്റിയോട് കൂടി സ്വന്തമാക്കാൻ താല്പര്യമില്ല, വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ചാലക്കുടി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേരെ ഓപ്പോസിറ്റ്, അതായത് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ നിയർ ഉണ്ട്. അതുപോലെ തന്നെ മാക്സിന്റെ പുതിയ ഷോറൂം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സൈഡിൽ തന്നെയാണ് ഷോറൂം ഉള്ളത്. അതിവിശാലമായിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് അണിനിരത്തിയിട്ടുള്ള ഒരു വലിയ ഷോറൂമാണ്. അതും പോപ്പുലർ വെഹിക്കിൾസിന്റെ ഷോറൂമാണ്. പരിപൂർണ്ണ വിശ്വാസത്തോടു കൂടി എടുക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ ഇതിലുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് മതി. എന്നാൽ പിന്നെ കൂടുതലൊന്നും പറയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് 2015 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LXA വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സെഗ്മെന്റ് വാഹനമാണ്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് വരുന്നുണ്ട്. ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,40,000 രൂപയാണ്. പ്രൈസ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഇത് 2016 മോഡല് ഹ്യുണ്ടായിയുടെ i10 ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 80,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം പുതിയ ടയേഴ്സാണ് ഫ്രണ്ടിൽ. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,10,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പോരാത്തതിന് മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് 2011 മോഡലിലെ ഹ്യുണ്ടായിയുടെ i10 ആണ്. സ്പോർട്സ് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. മാക്സിമം നമുക്ക് ഡിസ്കൗണ്ടിൽ ഈ ഒരു മാസം വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. പോരാത്തതിന് ഇതിന് ലോൺ സൗകര്യവും ലഭ്യമാണ്. 2006 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. LXA വേരിയന്റ് ആണ്. 85,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. കണ്ടീഷനാണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നിലവിലെ പേപ്പേഴ്സ് ക്ലിയർ ആണ്. അടുത്ത വർഷമാണ് റിന്യൂവലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,20,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നല്ല രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതും ഒരു ലോ ബഡ്ജറ്റ് വാഹനം തന്നെയാണ്. 2007 മോഡൽ മാരുതിയുടെ വാഗനർ ആണ്. LXA ആണ് വേരിയന്റ് വരുന്നത്. നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇന്റീരിയർ ഭാഗം കാണുന്നത്. വേറെ മേജർ ആക്സിഡന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,27,000 രൂപയാണ്. പ്രൈസ് നല്ല രീതിയിൽ നമുക്ക് മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. ഇത് 2006 മോഡല് മാരുതിയുടെ 800 ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. കണ്ടീഷൻ വാഹനമാണ്. MPFI പെട്രോൾ AC ആണ് വേരിയന്റ് വരുന്നത്. വാഹനങ്ങൾ ഓടിച്ച് പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ വാഹനം എടുക്കുകയാണെങ്കിൽ ശരി, നമ്മളിപ്പോൾ യൂസ്ഡ് കാർ എടുക്കുകയാണെങ്കിൽ ശരി, മാറ്റിയെടുക്കുമ്പോൾ എക്സ്ചേഞ്ചിൽ നല്ല വിലയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് 50,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2011 മോഡല് ഓൾട്ടോ K10 ആണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ഇന്റീരിയർ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനത്തിന് ലോൺ അവൈലബിൾ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 1,60,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 2017 മോഡല് മാരുതി സുസുക്കിയുടെ സെലേറിയോ എന്ന വാഹനമാണ്. VXA ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് പെട്രോൾ എഞ്ചിനാണ്. അതേപോലെ തന്നെ CNG അഡീഷണൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യം വരുന്നില്ല. 78,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രലിലൊക്കെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, ഏകദേശം ഒരു 70% കണ്ടീഷൻ ടയേഴ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണെന്ന് പറഞ്ഞു. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,10,000 രൂപയാണ്. പ്രൈസ് പറയുന്നത് നെഗോഷ്യബിൾ ആണ്. മാക്സിമം ഡിസ്കൗണ്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് 2007 മോഡൽ ഹ്യുണ്ടായിയുടെ സാൻഡ്രോക്ക് സിംഗ് ആണ്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം തന്നെയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 80,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നല്ല രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഗ്ലാസ്സിൽ കാര്യങ്ങളൊക്കെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റങ്ങൾ വിലയിൽ നമുക്ക് ചോദിച്ചു വാങ്ങാവുന്നതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് 2016 മോഡൽ മാരുതി സുസുക്കിയുടെ സെലേറിയോ ZXA ആണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. വെറും 29,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നു. അതായത് ഫാമിലി കസ്റ്റമേഴ്സ് തിരയുന്നൊരു വാഹനം കൂടിയാണ്. ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓട്ടോമാറ്റിക് വാഹനം തിരയുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനം. ZXAയിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ
ഒന്നുമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4,20,000 രൂപ. ഇതിൽ തന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് 2019 മോഡല് ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ്. XT ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 52,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവൽ ആണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ല. എല്ലാം നീറ്റ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 1 ഇയർ വാറന്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 2018 മോഡലിൽ ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന് പറയുന്ന വാഹനമാണ്. XZ ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അലോയ് വീല്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 3,75,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് ഫുൾ ലോൺ, കസ്റ്റമർ നല്ലൊരു കസ്റ്റമർ ആയാൽ മാക്സിമം അതായത് 100% ലോൺ കിട്ടുന്ന വാഹനമാണ്. ഇത് 2009 മോഡല് മാരുതി സുസുക്കിയുടെ റിറ്റ്സ് VXA ആണ് വേരിയന്റ്. രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിലവിൽ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇനി ആ ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,30,000 രൂപയാണ്. നല്ല രീതിയിൽ ഈ ഒരു വാഹനത്തിന് ഈ മാസം ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 2022 മോഡല് മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. VXA ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 56,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 1.2 അതായത് 1200 cc വരുന്ന പെട്രോൾ എഞ്ചിനാണ്. 4 സിലിണ്ടർ വാഹനമാണ്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വാഹനത്തിന് 1 ഇയർ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ്. ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ പോയാലും നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വാഹനത്തിന്റെ വിലയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 2018 മോഡല് മാരുതി സുസുക്കിയുടെ ഈക്കോ 5 സീറ്റർ AC ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 41,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ലോണും അവൈലബിൾ ആണ്. ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,10,000 രൂപയാണ്. 2017 മോഡൽ മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. VXA ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 99,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,60,000 രൂപയാണ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനം കൂടിയാണ്. ഇത് മാരുതി സുസുക്കിയുടെ ബലേനോ. 2021 ഡിസംബർ ആണ് മോഡൽ വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോളും അതുപോലെ തന്നെ CNGയും യൂസ് ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. CNG ഫിറ്റഡ് ആണ്. ഇത് ഡെൽറ്റ വേരിയന്റ് ആണ്. 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല, കംപ്ലൈന്റ് ഇല്ല. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ വാഹനത്തിന്റെ വിലയും മറ്റുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 2021 മോഡല് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. VXA ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ VXA എന്ന് പറയുന്ന വേരിയന്റിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, അതുപോലെ തന്നെ ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അലോയിൽ ചെയ്തിട്ടുള്ള വാഹനമാണ്. ടയർ കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇപ്പോൾ ഈ സൈഡ് ഭാഗം ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബമ്പർ സൈഡിൽ വാഹനം കച്ചവടം ചെയ്ത് കസ്റ്റമറിന്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പോളിഷ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് വാഹനം കസ്റ്റമറിന്റെ കയ്യിൽ കൊടുക്കുന്നത്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഈ വാഹനത്തിന് 1 ഇയർ വാറന്റിയും 3 ഫ്രീ സർവീസും ഇവർ കൊടുക്കുന്നുണ്ട്. അത് മാരുതിയുടെ ഏത് സർവീസ് സെന്ററിലും ഓൾ ഇന്ത്യ എവിടെ പോയാലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 6,90,000 രൂപയാണ്. മാക്സിമം ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2018 മോഡല് മാരുതി സുസുക്കിയുടെ സെലീറിയോ X എന്ന് പറയുന്ന ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. VXA ആണ് വേരിയന്റ്. നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 68,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് 1 ഇയർ വാറന്റിയും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 4,20,000 രൂപയാണ്. ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഈ മാസം വാഹനം എടുക്കുമ്പോൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഒരു 40,000 രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം. ഇത് 2021 മോഡല് ഹ്യുണ്ടായി കമ്പനിയുടെ വെന്യൂ എന്ന വാഹനമാണ്. 1 ലിറ്റർ ടർബോ SX ആണ് വേരിയന്റ് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 56,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് DCT 7 സ്പീഡ് ആണ് ഗിയർ ബോക്സ് വരുന്നത്. സൺറൂഫ്, പെഡൽ ഷിഫ്റ്റ്, അതുപോലെ തന്നെ അലോയ് വീല്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 6 എയർ ബാഗ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. അതായത് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ലോഡ് വെഹിക്കിൾ ആണ്.
ഇത്രയും ഫുൾ ലോഡ് വണ്ടിക്ക് ഇവർ ചോദിക്കുന്ന പ്രൈസ് 8,85,000 രൂപയാണ്. ഈ ഒരു വാഹനം ഈ മാസം എടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സും ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം ചാലക്കുടി.